അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കനേഡിയൻ PR കിട്ടുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഹായ് എവരി വൺ, ഐ എം അവിനാഷ്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ വീഡിയോയിൽ എനിക്ക് കനേഡിയൻ PR കിട്ടിയ ഒരു പ്രോസസ്സാണ് ഒരു സ്റ്റോറി പോലെ പറയാൻ പോകുന്നത്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഹൗ ഐ ഗോട്ട് മൈ PR. സോ ഈ വീഡിയോ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ PR ജേർണി ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏർലി 2018 2018 ഞാൻ UAE സമയത്ത് എൻ്റെ വർക്കും എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് സ്റ്റേജിലൂടെ കടന്നു പോകുന്നത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് ടു ഗോ ഹെഡ് ആൻഡ് ടു ഇമിഗ്രേറ്റ് ടു എ കൺട്രി that offers better lifestyle and better work-life balance. Deep inside, I knew the lifestyle in UAE was not that I wanted for a long term. I knew I wanted something different. അങ്ങനെ ഞാൻ റിസർച്ച് ചെയ്ത് തുടങ്ങിയിട്ട് എനിക്ക് കിട്ടിയ ഓപ്ഷനാണ് കാനഡ. കനേഡിയൻ PRനെ കുറിച്ച് റിസർച്ച് ചെയ്ത് തുടങ്ങി ആദ്യം തന്നെ എൻ്റെ മുന്നിൽ വന്ന സ്റ്റെപ്പായിരുന്നു IELTS. ഞാൻ വല്ലാണ്ട് ഓർക്കുന്നു, ഇറ്റ്സ് ലൈക്ക് ദിസ് ഷുഡ് ബി ഈസി. ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത് ആൻഡ് ഐ വാസ് ഓക്കെ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ടു എവരി വൺ. സോ ഞാൻ 0 പ്രിപ്പറേഷനുമായിട്ട് IELTSൻ്റെ എക്സാമിനേഷന് പോയിരുന്നു. ആൻഡ് യെസ്, ഇറ്റ് വാസ് റിയലി ഡിഫിക്കൾട്ട് ആൻഡ് ദ സ്കോർ ദാറ്റ് ഐ ഗോട്ട് വാസ് നോട്ട് അറ്റ് ഓൾ സഫിഷ്യൻറ്റ്. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് റിയാലിറ്റി ചെക്ക്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കനേഡിയൻ PR കിട്ടുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കുന്നു. ഇത് കാഷ്വലായിട്ട് പോയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലെന്നും ഇതിന് അത്യാവശ്യം നല്ല പ്രിപ്പറേഷൻ വേണമെന്നും ഇതിന് മേലെ കുറച്ച് പണിയെടുക്കേണ്ടി വരുമെന്നും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഫെയിലായി. അതോടുകൂടിയിട്ട് ഞാൻ അത് റീഡു ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളത് അന്വേഷിച്ചിറങ്ങി. അങ്ങനെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് രണ്ടാമത്തത്, ദാറ്റ് യു നീഡ് ടു ഡു ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ത്യയിൽ പഠിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡിഗ്രിയോ നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അത് കാനഡയിൽ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഡിഗ്രി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് എന്താണെന്നുള്ളത് അവർ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്കൊരു റിസൾട്ട് അതിന് വേണ്ടി തരും. ആൻഡ് ഈ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ ചെയ്യുക എന്നുള്ളതും അത്ര ഈസി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പല്ല. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BTech പഠിച്ചിട്ട് ഗ്രാജുവേറ്റ് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ എൻ്റെ ഡിഗ്രി ട്രാൻസ്ക്രിപ്റ്റ്സ് എടുക്കേണ്ടി വരും. ആൻഡ് അത് യൂണിവേഴ്സിറ്റിയുടെ തന്നെ സീൽഡ് എൻവലപ്പിൽ വെസ്സിലേക്ക് അയക്കണം. ഈ ദുബായിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഓൺലൈൻ ഏജൻസിനെ സമീപിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെസ്സിൽ നിന്നും നമ്മുടെ ഈക്വലൻസി എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യം തന്നെ ആ ഏജൻസി തന്നെ കുറച്ച് ടൈം എടുത്തിട്ടാണ് എൻ്റെ ട്രാൻസ്ക്രിപ്റ്റ്സും എല്ലാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തത്. ഈ ഏജൻസിയെ ഞാൻ സമീപിച്ചപ്പോൾ ഞാൻ അവർക്ക് എൻ്റെ ഡിഗ്രിയുടെ ഡീറ്റെയിൽസും ബാക്കി എല്ലാ കാര്യങ്ങളും കൊടുത്തിരുന്നു. ആൻഡ് ഈ ട്രാൻസ്ക്രിപ്റ്റ് ഒപ്പിക്കുന്ന പരിപാടി തന്നെ ആഴ്ചകളും മാസങ്ങളും എടുത്തു. ബട്ട് ഇവൻച്വലി അവർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എൻ്റെ ട്രാൻസ്ക്രിപ്റ്റ്സ് റെഡിയാക്കി അവരത് സീൽഡ് എൻവലപ്പിൽ വെസ്സിലേക്ക് അയച്ചു. ഇത് വെസ്സിൽ കിട്ടിക്കഴിഞ്ഞാലും പിന്നെയും കുറച്ച് സമയമെടുക്കും ഇവർക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ റിസൾട്ട് തരാൻ വേണ്ടിയിട്ട്. ഈ ഒരു പീരീഡ് കുറച്ച് നമുക്ക് ഡിസ്റ്റർബിങ് ആയിരിക്കും. നമുക്ക് ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരാം, ഒന്നും പോസിറ്റീവായിട്ട് കാര്യങ്ങളൊന്നും മൂവ് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ വരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേഷ്യൻ്റായിട്ട് ഇരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഡു അണ്ടർസ്റ്റാൻഡ് ദിസ് വിൽ ടേക്ക് ടൈം. I really did feel like nothing was falling into place. There will be continuous waiting and there is going to be complete silence for a long time. This will start messing with your head, but പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഇതാണ് നോർമൽ പ്രൊസീജിയർ. സോ അതുകൊണ്ട് തന്നെ സമയമെടുക്കും. ഐ ജസ്റ്റ് കെപ്റ്റ് മോട്ടിവേറ്റിംഗ് മൈസെൽഫ് ടു ഗോ ഹെഡ് ആൻഡ് ഡു ദിസ്. വെസ്സിലേക്ക് ഈ എൻവലപ്പ് അയച്ച സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് എൻ്റെ ഈ ഒരു പ്ലാനിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. ആ പുള്ളിയും ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിരുന്നു. A few days later, he called me and he told me that he's going to meet with a PR agency. He casually invited me to just join along. ഞാനും വിചാരിച്ചു നമ്മളും ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചേക്കല്ലേ, പോയി നോക്കാം, എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ കിട്ടുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഞാനും പുള്ളിയുടെ കൂടെ പോയി. ആ ഒരു മീറ്റിംഗ് ഭയങ്കര വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഞങ്ങൾ ഈ PR ഏജൻസിയിൽ പോയിട്ട് അവിടെ മീറ്റ് ചെയ്ത അസോസിയേറ്റ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ക്ലിയർ ആയിട്ട് ഈ പ്രോസസ്സ് എന്താണെന്നും ഫ്രം 0 to 100 എങ്ങനെയാണ് ഈ പ്രോസസ്സ് പോകുന്നതെന്നും അവർ എക്സ്പ്ലെയിൻ ചെയ്തു. ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ആക്ച്വലി അണ്ടർസ്റ്റുഡ് ഹൗ ടു ബിക്കം എ പെർമനന്റ് റെസിഡന്റ് ഓഫ് കാനഡ. അവർ എക്സ്പ്രസ് എൻട്രീനെ കുറിച്ചും CRS സ്കോറിനെ കുറിച്ചും CRSന്റെ കട്ട് ഓഫ് മാർക്സിനെ കുറിച്ചും നമ്മളുടെ സൈഡിൽ നിന്ന് എന്താണ് അവർക്ക് വേണ്ടതെന്നുള്ളത്
എന്നുള്ളതും എല്ലാം അവർ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്തു. ഐ എം നോട്ട് സെയിങ് ദറ്റ് യു ഓൾസോ നീഡ് ടു ഗോ ടു എ PR ഏജൻസി എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നത് ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയമായതുകൊണ്ട് എനിക്ക് എൻ്റെ ഫോംസും കാര്യങ്ങളും ഒന്നും ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യാനോ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സോ ഏജൻസി പോയതോട് കൂടിയിട്ട് ആ ഒരു കാര്യത്തിൽ കുറച്ച് ഹെൽപ്ഫുൾ ആയിരുന്നു അവർ. ആ ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ എൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എടുത്തിട്ട് അസോസിയേറ്റ് എൻ്റെ CRS സ്കോർ എത്രയാണെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്തു. കാരണം ഞാൻ ഓൾറെഡി IELTS എഴുതി ഒന്ന് ഫെയിൽ ആയതാണ്. പിന്നെ എൻ്റെ 4 ഇയർ BTechന് ഈക്വലൻ്റ് ആയിട്ട് ഇവിടെ ഒരു 4 ഇയർ പ്രൊഫഷണൽ കോഴ്സ് എന്നുള്ള രീതിയിൽ അവർ ഒരു ഈക്വലൻസി വെച്ചിട്ട് ഒന്ന് ഗസ് ചെയ്ത് അവരൊരു CRS സ്കോർ എടുത്തു. ആ സമയത്ത് 2018 ദ CRS സ്കോർ കട്ട് ഓഫ് വാസ് അറൌണ്ട് 440. എൻ്റെ സ്കോർ അതിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. ഞാനൊരു 390 റേഞ്ചിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. ആ CRS സ്കോർ അത്രയാണെന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. പക്ഷേ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ IELTS സ്കോർ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സ്കോർ കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ദേ ആക്ച്വലി ആസ്ക് മീ ടു റീഡു ദ IELTS. എന്നിട്ട് CLB 9 എന്ന സ്കോർ അറ്റൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ പറഞ്ഞു. CLB 9 സ്കോർ ഇൻ IELTS മീൻസ് യു വിൽ ഹാവ് ടു സ്കോർ an 8 in listening and a 7 in reading, writing and speaking. And അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു എൻ്റെ വെസ്സിൻ്റെ റിസൾട്ട് ഒരു 4 ഇയർ പ്രൊഫഷണൽ ഡിഗ്രി ഇക്വലൻ്റ് ആയിട്ടേ വരുള്ളൂ എന്നുള്ളത്. ഈ 4 ഇയർ പ്രൊഫഷണൽ ഡിഗ്രി റിസൾട്ടും CLB 9 വെച്ച് ഈ അസോസിയേറ്റ് എൻ്റെ CRS സ്കോർ കാൽക്കുലേറ്റ് ചെയ്തു. ഇതായിരുന്നു എനിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കേസ് സിനാറിയോ. എൻ്റെ സ്കോർ 435, ക്ലോസ് ഇനഫ് ടു ഫീൽ ഹോപ്പ് yet far enough to feel a bit crushed. അപ്പോഴാണ് ആ അസോസിയേറ്റ് എനിക്ക് അഡീഷണൽ ആയിട്ട് വേറൊരു ഡീറ്റെയിലും കൂടെ പറഞ്ഞു തന്നു. ദാറ്റ് വാസ് കംപ്ലീറ്റ്ലി ന്യൂ ഫോർ മീ. ആൻഡ് ദേ ഇൻട്രൊഡ്യൂസ്ഡ് പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം അഥവാ PNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിലെ പ്രൊവിൻസസിലേക്ക് ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് ഇഫ് ആ പ്രൊവിൻസ് നമ്മളെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ 600 പോയിന്റ്സ് നമ്മുടെ CRS സ്കോറിലേക്ക് ആഡ് ചെയ്യപ്പെടും. എന്നിട്ട് നമ്മളെ എക്സ്പ്രസ് എൻട്രി പൂളിലേക്ക് തിരിച്ച് ഇടും. സോ 600 എന്ന് പറയുന്ന സ്കോർ എന്തായാലും ഈ കട്ട് ഓഫ് കടന്ന് പോകുക. ഐ വാസ് ലൈക്ക് ഓക്കെ, ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല, പോസിബിൾ ആണ് എന്ന് ഒരു ഹോപ്പ് എനിക്ക് വന്നു തുടങ്ങി. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഞാൻ കുറച്ച് പണിയെടുക്കേണ്ടി വരുന്നു മാത്രം എനിക്ക് മനസ്സിലായി. ഞാൻ തിരിച്ച് വീട്ടിൽ പോയിട്ട് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് റീസർച്ച് ചെയ്തു. പല ഫോറംസ് വായിക്കാൻ തുടങ്ങി. IRCCയുടെയും ഗവൺമെൻറ് ഓഫ് കാനഡയുടെയും പല പേജസ് ഞാൻ വായിക്കാൻ തുടങ്ങി. പല ആൾക്കാരുടെയും സക്സസ് സ്റ്റോറീസും വായിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചു എൻ്റെ ഈ പ്ലാനിനെ കുറിച്ച്. അന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞത്, ഇറ്റ് ഡസൻറ്റ് സൗണ്ട് ലൈക്ക് എ ബാഡ് ഐഡിയ. ഇഫ് യു ലൈക്ക് ഇറ്റ്, just go ahead and do it. He's always been like that and he's always been my support pillar. അന്ന് തന്നെ ഞാൻ രണ്ടാമത് സംസാരിച്ചത് എൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ അടുത്താണ്, ഇപ്പോൾ എൻ്റെ ഭാര്യയാണ്. പുള്ളിക്കാര്യം വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. These two people kind of motivated and pushed me forward. But then there was another big problem, money. ഈ PR ഏജൻസിക്ക് ഒരു കോസ്റ്റ് ഉണ്ട് ആൻഡ് ഇറ്റ്സ് നോട്ട് ചീപ്പ്. IELTS പിന്നെയും എഴുതണമെങ്കിൽ അതിനും ഒരു കോസ്റ്റ് ഉണ്ട് ആൻഡ് ദാറ്റ് ഓൾസോ ഇസ് നോട്ട് ചീപ്പ്. ഈ ഏജൻസി ഫീസ് തന്നെ ഏകദേശം 7,000 dirhams ഉണ്ടായിരുന്നു 2018. ഇപ്പോൾ എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും അതിൽ നിന്ന് കൂടാനേ ചാൻസ് ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ പോലും ഒരു 3 months സാലറി പെൻഡിങ് ആയിരുന്നു അവിടുന്ന്. സോ ഫൈനാൻഷ്യലി ഭയങ്കര ടൈറ്റ് ആയിരുന്നു. ബട്ട് ഐ സേവ്ഡ് അപ്പ് സ്ലോലി. വളരെ ഡിഫിക്കൽട്ടായിട്ടും വളരെ ടഫായിട്ടുള്ളൊരു ഫേസ് ആയിരുന്നു. ബട്ട് ഐ ന്യൂ ഈ ഒരു ടഫായിട്ടുള്ളൊരു ഫേസ് ആണെങ്കിൽ കൂടി ഇത് വളരെ നെസസറി ആയിട്ടുള്ളൊരു ഫേസ് ആണെന്ന് എനിക്കറിയായിരുന്നു. സേവ് ചെയ്ത് സഫിഷ്യൻ്റ് ആയിട്ട് ഫണ്ട്സ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ തിരിച്ച് ആ ഏജൻസിയിലേക്ക് പോയി ആൻഡ് രജിസ്റ്റേർഡ് വിത്ത് ദം. അവർക്ക് പേയ്മെന്റ് എല്ലാം ചെയ്തു. ആൻഡ് ദാറ്റ്സ് വെൻ ദ റിയൽ പേപ്പർ വർക്ക് സ്റ്റാർട്ടഡ്. പേപ്പർ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ഫോംസ് ഈ ഏജൻസി നമുക്ക് അയച്ചു തരും. നമ്മൾ അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും, ഇതിന് മുന്നേ നമ്മൾ താമസിച്ചിരുന്ന അഡ്രസ്സസ്, എത്ര നാള് ഓരോ കൺട്രിയിലും ഉണ്ടായിരുന്നു, നമ്മൾ നാട്ടിൽ തന്നെ ഈവൻ ഇഫ് വി വർ ലൈക്ക് റീലൊക്കേറ്റിംഗ്, ആ അഡ്രസ്സ് എല്ലാം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓരോ അഡ്രസ്സിലും നമ്മൾ എന്ന് തൊട്ട് എന്ന് വരെ താമസിച്ചിരുന്നു എന്ന ഡീറ്റെയിൽ ഉൾപ്പെടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓരോ ഫോമിനും ചില സമയങ്ങളിൽ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതെല്ലാം അവർ നമുക്ക് തിരിച്ചയക്കും. നമ്മൾ ആ മിസ്റ്റേക്സ് ക്ലിയർ ചെയ്യുക, തിരിച്ച് പിന്നെയും അയച്ചു കൊടുക്കേണ്ടി വരും. നമ്മൾ ഫോം എല്ലാം തിരിച്ചയച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുക ഓക്കെ ഇതെല്ലാം വളരെ പെട്ടെന്ന് നടക്കും എന്നായിരിക്കും. ബട്ട് ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ്
ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ന്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം സമയമെടുക്കും. ഓരോ മാസവും കാനഡ CR സ്കോർ കട്ട് ഓഫ് വെച്ചിട്ട് കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യും. എല്ലാ മാസവും ഈ PR ഏജൻസി നമുക്കൊരു മെയിൽ അയക്കും, ഇത്രയും പേർക്ക് കനേഡിയൻ PR കിട്ടി, ഇതായിരുന്നു കട്ട് ഓഫ് സ്കോർ. എനിക്ക് അന്നുണ്ടായിരുന്ന 395 എന്നുള്ള സ്കോറിന് ഒട്ടും അടുത്തായിരുന്നില്ല ആ കട്ട് ഓഫ് സ്കോർ. ഓരോ മാസങ്ങളും ഇങ്ങനെ കടന്നുപോയി. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ IELTS-ന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്തു. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് IELTS എഴുതി. അങ്ങനെ CLB 9 സ്കോർ എനിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റി. ഞാൻ എൻ്റെ സ്കോർ 435 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ബട്ട് ഈ 435 ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊരു ഹോപ്പ് ഉണ്ടാവാൻ തുടങ്ങും. ഇറ്റ് ഈസ് ഗുഡ്, ബട്ട് ദെൻ ഡോണ്ട് ബി ടു ഓപ്റ്റിമിസ്റ്റിക്. കാരണം ഓരോ മാസവും ഈ ഏജൻസി നമുക്ക് CRS സ്കോർ കട്ട് ഓഫ് അയച്ചുകൊണ്ടിരിക്കും. വി വുഡ് ബി ലൈക്ക് ഓക്കെ, തൊട്ടടുത്താണല്ലോ, ഒരു 5 പോയിന്റും കൂടെ കുറയ്ക്കുവാണെങ്കിൽ നമ്മളും കൂടെ കയറിപ്പോയല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. ലെറ്റ് മീ ബി ഓണസ്റ്റ്, PR കിട്ടുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വെയിറ്റിംഗ് ഈസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഇൻ ദിസ് ഹോൾ പ്രോസസ്. ഈ വെയിറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിലാണ് മിക്കവരും ക്വിറ്റ് ചെയ്യുന്നത്. ഈ ക്വിറ്റ് ചെയ്ത പല ആൾക്കാരെയും എനിക്കറിയാം. അവരുടെ ഡ്രീംസ് പതിയെ ഫേഡ് ആവുന്ന പോലെ അവർക്ക് തോന്നും. ഓഫ് കോഴ്സ് ലൈഫ് ബിക്കംസ് ബിസി ആൻഡ് ഹോപ്പ് ബിക്കംസ് ഇൻകൺവീനിയൻറ്റ്. എനിക്കത് വേണ്ടായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഇത് കിട്ടിയാൽ മതിയാവുള്ളൂ എന്നായിരുന്നു. സോ ഈ 435 എന്നുള്ള സ്കോർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ച് തുടങ്ങിയത്. I was even willing to go for higher studies in Canada. This was something that I so wanted. ഞാൻ അതിന് വേണ്ടിയിട്ടും കുറച്ചും കൂടെ പൈസ സേവ് ചെയ്തു. ഒരു അക്കാഡമിക് IELTS-ഉം കൂടെ എഴുതി. ആൻഡ് ഐ ഗോട്ട് എ ഡീസെൻറ്റ് സ്കോർ ഫോർ ദാറ്റ് ആസ് വെൽ. ഐ സ്റ്റാർട്ടഡ് റീസർച്ചിങ് ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ്. ഇതെല്ലാം അന്വേഷിച്ചുകൊണ്ടിരുന്നത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല. ഇറ്റ്സ് ജസ്റ്റ് ടു ഇൻക്രീസ് മൈ CRS സ്കോർ. ഇവിടെ വന്നിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാനഡയിൽ വന്ന് പഠിച്ചതിൻ്റെ സ്കോറും കൂടെ ഇൻക്രീസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതും ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നു. അങ്ങനെ സമയം പോയി. ഞാൻ 2018 തുടങ്ങിയ പ്രോസസ്സ് ഏപ്രിൽ 2019 വരെ എത്തി. 1 full year had passed. 1 year of forms, 1 year of exams and 1 year of waiting. ഈ ഒരു പോയിന്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് ചോദ്യം ചോദിക്കാൻ തുടങ്ങും. എന്തായി നമ്മുടെ കാനഡ പ്ലാൻസ്? ചിലർ കളിയാക്കാനും തുടങ്ങും. നിനക്ക് ഇവിടെ എങ്ങനെ ഇരുന്നാൽ പോരെ, എന്തിനാണ് ഈ കാനഡയിലൊക്കെ പോകുന്നത്? ഇപ്പോഴും അതിൻ്റെ പുറകെയാണോ? ചിലർ ജെന്യൂനായിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും. യു ഡോണ്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ യുവർ സെൽഫ് ടു എനിവൺ. നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഹെഡ് വിത്ത് ഇറ്റ്. നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് യു ആർ ഓൺ എ റിയലി ലോങ് ജേർണി എന്നുള്ള ഒരു കാര്യമാണ്. ദിസ് ഇസ് നോട്ട് സംതിങ് ദറ്റ് യു ഗെറ്റ് ലൈക്ക് വിത്തിൻ എ മന്ത് ഓർ 2. ചിലവർക്ക് അങ്ങനെ കിട്ടുന്നതായിട്ടുണ്ടാവാം. ബട്ട് ഞാൻ എന്നെ പോലെ സിമിലർ ആയിട്ട് ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ജെന്യൂൻലി ബിലീവ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, കോമ്പൗണ്ടിങ് എഫക്റ്റ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇൻ മണി. ഐ ബിലീവ് ഇൻ കോമ്പൗണ്ടിങ് ഓഫ് യുവർ എഫേർട്സ് ആസ് വെൽ. നിങ്ങൾ ഫില്ല് ചെയ്ത ഓരോ ഡോക്യുമെന്റും, നിങ്ങൾ എഴുതിയ ഓരോ എക്സാമും, നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ട് ഓക്കെ ഇത് വെറും യൂസ്ലെസ് ആണല്ലോ എന്ന് തോന്നിയ ഓരോ സ്റ്റെപ്പും ഇറ്റ് വിൽ ഓൾ കൗണ്ട്. ലൈഫ് മൂവ്സ് ഇൻ സൈക്കിൾസ്. നിങ്ങൾ ആ കൂടെ ചിന്തിക്കേണ്ടത്, ഇപ്പം നിങ്ങൾ ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഫേസിൽ കൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തിങ്ക് ബെറ്റർ ഫേസ് ഇസ് സംവെയർ അഹെഡ്. ജസ്റ്റ് കീപ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. അങ്ങനെ ഏപ്രിൽ 3, 2019 ഞാൻ നാട്ടിൽ വെക്കേഷന് വന്നിട്ട് അവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ PR ഏജൻസിയിൽ നിന്നും ഒരു മെയിൽ വന്നു. ആൻഡ് ഇറ്റ് സെഡ് യു ഹാവ് എ നോട്ടിഫിക്കേഷൻ ഫ്രം ആൽബർട്ട. ഐ സ്റ്റിൽ റിമെമ്പർ റീഡിങ് ദറ്റ് ഇമെയിൽ അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഇറ്റ് ഫെൽറ്റ് റിയലി ഗുഡ്. അതേപോലെ തന്നെ ഐ വാണ്ടഡ് ടു റീസർച്ച് മോർ അബൌട്ട് ആൽബർട്ട ആസ് വെൽ. ഞാൻ ആൽബർട്ടയെ കുറിച്ച് റീസർച്ച് ചെയ്തു. I was like, okay, this place doesn't sound like a bad idea. നമ്മൾ കാനഡയിലോട്ട് വരുമ്പോൾ ടൊറോണ്ടോയിൽ തന്നെ പോകണം നിർബന്ധമൊന്നുമില്ലല്ലോ. ലെറ്റ്സ് ജസ്റ്റ് ട്രൈ എക്സ്പ്ലോറിംഗ് ദ അതർ സിറ്റീസ് ഓവർ ദർ. ആൻഡ് ഐ ടോൾഡ് ടു മൈസെൽഫ്, ദിസ് ട്രെയിൻ ജസ്റ്റ് സ്റ്റാർട്ടഡ് മൂവിങ് ആൻഡ് യു നീഡ് ടു ഗെറ്റ് ഓൺ ഇറ്റ്. You'll never know what's coming next. And for the first time in a very long time, I felt like maybe my good phase was starting. Thank you everyone. This is end of part 1. Part 2 ബാക്കി എന്ത് നടന്നു എന്നുള്ളത് ഞാൻ പറയാം.